നമസ്കാരം. അടുത്ത കാലങ്ങളിൽ ചില മെഡിക്കൽ കോളേജുകളിൽ അവിടെ പഠിക്കുന്ന MBBS വിദ്യാർത്ഥികളോട് എനിക്ക് ഇടപെടാനുണ്ടായ അവസരം, അതിൽ നിന്ന് എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ അത് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഇവിടെ ഈ വിഷയം സംസാരിക്കുന്നത്. ഞാൻ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയിരുന്നു, ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. ഈ രണ്ടിടത്തും പോയത് വിദ്യാർത്ഥികളോട് സംസാരിക്കാനാണ്. എന്നെ മോട്ടിവേഷണൽ ടോക്കിനാണ് വിളിച്ചത്. വിദ്യാർത്ഥികൾക്ക് MBBS പഠനത്തിനിടയിൽ അവർക്കൊരു പ്രോത്സാഹനം കിട്ടുന്ന കാര്യങ്ങൾ പറയാനായിട്ട്. ഈ രണ്ട് സ്ഥലത്തും ഞാൻ ചെയ്തത്, ആദ്യത്തെ ചോദ്യമായി എനിക്ക് താല്പര്യമുള്ളൊരു വിഷയം ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേരാണ് ഇഷ്ടത്തോടെ ഈ കോഴ്സ് ചെയ്യുന്നത്? എന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു കിട്ടിയ മറുപടി. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരാൾ കൈപൊക്കിയിട്ട് അയാളും കൈ താഴ്ത്തിക്കളഞ്ഞു. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഒരാൾ പോലും കൈപൊക്കിയില്ല. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യം ആവർത്തിച്ചു. കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നത്. 1983 മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ കയറിയ ആളാണ് ഞാൻ. അന്നൊക്കെ വളരെ ആഗ്രഹത്തോടെ പഠിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. എങ്കിൽ പോലും അപൂർവമായിട്ടൊക്കെ ചിലർ രക്ഷകർത്താക്കളുടെ നിർബന്ധം കൊണ്ടൊക്കെ വന്ന് പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ പലരും ഇട്ടിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാനൊക്കെ രണ്ടാമത്തെ എൻട്രൻസ് പരീക്ഷയിലൂടെ വരുന്നവരാണ്, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിലൂടെ. അപ്പോൾ അന്നത്തെ വിദ്യാർത്ഥി സമൂഹം ഇന്നത്തെ സമൂഹമൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ MBBS ക്ലാസ്സിൽ 40 കൊല്ലം മുമ്പ് 70% ആൺകുട്ടികളായിരുന്നു. ഇപ്പോൾ ഞാൻ കേൾക്കുന്ന മെഡിക്കൽ കോളേജിൽ 70% പെൺകുട്ടികളാണ്. അത് നല്ല കാര്യമാണ്, പെൺകുട്ടികൾക്ക് ഡോക്ടർമാരാകാൻ കഴിയുന്നത് കൂടുതൽ പേർക്ക്. പക്ഷേ ഞാൻ പറയുന്ന വിഷയം മറ്റൊന്നാണ്. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് ചോദിക്കുമ്പോൾ അല്ലെന്നാണ് ഉത്തരം. ഞാൻ പോയ 2 മെഡിക്കൽ കോളേജിലും വിദ്യാർത്ഥികളുമായിട്ട് ഈ ചർച്ചയ്ക്ക് ശേഷം, എൻ്റെ സംഭാഷണ ശേഷം സംസാരിച്ചു, ചെല്ലുമായിട്ട് വിശദമായി സംസാരിച്ചു. ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, എനിക്ക് ചലച്ചിത്ര സംവിധായകനാകാനായിരുന്നു ആഗ്രഹം. രക്ഷകർത്താക്കളുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിവിടെ പഠിക്കുന്നത്. അയാൾ എന്നെ ഒരു ഷോർട്ട് ഫിലിം കാണിച്ചു, അയാൾ ഉണ്ടാക്കിയ. അപ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ എത്രയോ ലക്ഷം വ്യൂവേഴ്സ് അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കണം. മറ്റൊരാൾ പറഞ്ഞത്, എനിക്ക് ഫാർമസി പഠിക്കാനായിരുന്നു ഇഷ്ടം, എന്നെ മെഡിസിൻ കൂടി ചേർത്തു. അപ്പോൾ ഞാൻ അയാളെ പ്രോത്സാഹിപ്പിച്ചു. അയാൾ MBBS കഴിഞ്ഞതിന് ശേഷം അയർലൻഡിൽ ഫാർമസിയിൽ ഉയർന്ന ഡിഗ്രികൾ പഠിക്കാൻ പോയി. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു, മെഡിസിൻ പഠിക്കാൻ വന്നെങ്കിൽ പലർക്കും മറ്റ് മേഖലകളിൽ താല്പര്യമുണ്ടായിരുന്നു. രക്ഷകർത്താക്കളുടെ നിർബന്ധം കൊണ്ടാണ് അവർ മെഡിസിൻ പഠിക്കുന്നത്. മിടുക്കന്മാരാണ്, എൻട്രൻസ് എഴുതി പാസ്സായി പറ്റുന്ന പിള്ളേർ പോയി എഴുതി പാസ്സാകുന്നുണ്ട്. പലർക്കും മറ്റ് മേഖലകളിൽ താല്പര്യമുണ്ടായിരുന്നു, പലർക്ക് ഏതാണെന്നറിയില്ല. പക്ഷേ ഇതായിരുന്നില്ല വേണ്ടതെന്നറിയാം. ഇത് വലിയ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്നൊരു പ്രശ്നമാണ്. നമ്മൾ ഡോക്ടർമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില സവിശേഷതകളുണ്ട്. പൊതുവെ സമർത്ഥന്മാരായിരിക്കണം എന്നൊരു നിഷ്കർഷയുണ്ട്. അതുകൊണ്ടാണ് എൻട്രൻസ് പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്, പ്രവേശന പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ കടന്നു പോകുന്നവരെല്ലാവരും സമർത്ഥന്മാരാണെന്ന് വിശ്വാസമൊന്നും എനിക്കില്ല. +2 എന്നേക്കാൾ മാർക്കുണ്ടായിരുന്ന ചിലർ എൻട്രൻസ് പരീക്ഷയിൽ ആ ദിവസത്തെ പരാജയം കാരണം കുറച്ച് പുറകിലായിട്ട്, എൻ്റെ അതേ സമയത്ത് നഴ്സിംഗിന് പഠിച്ചവരെയും മറ്റ് കോഴ്സ് പഠിച്ചവരെയൊക്കെ എനിക്കറിയാം. അവരൊക്കെ എനിക്കറിയാം, പലരും എനിക്ക് തുല്യമോ എന്നേക്കാൾ സമർത്ഥനമായിരുന്നു. ആ എൻട്രൻസ് പരീക്ഷയുടെ കടക്കുന്നതിലുണ്ടായ പരാജയം മാത്രമാണ്. എന്നാലും പൊതുവെ മാർക്കിൻ്റെ കാര്യത്തിൽ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് അവർക്കിത് പഠിക്കാൻ താല്പര്യമില്ല എന്നറിയുന്നത് വളരെ വലിയൊരു ദുരന്തമാണ്, ഭാവിയിലേക്കുള്ള ദുരന്തമാണ്. കാരണം നമ്മൾ ഡോക്ടർമാരിൽ നിന്നും അതുപോലത്തെ തൊഴിലുകൾ ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ മനുഷ്യരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പെരുമാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ദുഃഖമുള്ള അവസരങ്ങൾ, വിഷമുള്ള അവസരങ്ങളാണ് മനുഷ്യർ ആശുപത്രിയിൽ പോകുന്നത്. ആരും വിനോദത്തിന് ആശുപത്രി പോകാറില്ല. അപ്പോൾ മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളാണ് ആശുപത്രിയിൽ ചെന്നുവിടുന്നത്, സ്വയം രോഗിയായിട്ടോ ഏറ്റവും വേണ്ടപ്പെട്ട രോഗിയായിട്ടോ. അപ്പോൾ അന്നേരം ഏറ്റവും നന്നായി പെരുമാറാൻ കഴിയുക എന്നുള്ളത് ഡോക്ടർമാരും നഴ്സുമാരും ആ തൊഴിലിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മനുഷ്യരോട് ഏറ്റവും നന്നായി പെരുമാറണമെങ്കിൽ അതിന് പ്രാധാന്യം ഉള്ള ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് ചെയ്യണം. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു തൊഴിലും തൊഴിലായിട്ട് അനുഭവിക്കില്ല. അത് നമ്മുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും. ഒരുപാട് ഡോക്ടർമാർ അങ്ങനെയാണ്. കേരളത്തിൽ ഒട്ടുമുക്കാൽ ഡോക്ടർമാർ അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ വളർന്നു വരുന്ന മെഡിക്കൽ പ്രൊഫഷനോട് താല്പര്യമില്ലാത്ത ഒരു തലമുറ ഭാവിയിൽ നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരാകുമ്പോൾ അതുവഴി ചിലപ്പോൾ സംഘർഷങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള ആശുപത്രിയിൽ വെച്ചുണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം പറയണമെന്ന് വിചാരിച്ചത്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, മെഡിക്കൽ പ്രൊഫഷൻ, ചികിത്സാരംഗം ഒരു നല്ല രംഗമാണ്, മറ്റേത് മേഖലയെപ്പോലെയും ഒരു തൊഴിലാണ്. പക്ഷെ കൂടുതൽ ഉത്തരവാദിത്വം വേണ്ടതാണ്. ചിലപ്പോൾ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ
ചെറിയ കേട് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശകല അശ്രദ്ധ കൊണ്ട് ഒന്നും സംഭവിച്ചെന്ന് വരില്ല. സംഭവിച്ചാൽ തന്നെ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകുന്ന അവസരമൊന്നും ഉണ്ടാകില്ല. പക്ഷേ മെഡിക്കൽ പ്രൊഫഷനകത്ത് പൂർണ്ണമായ താല്പര്യം ആത്മാർത്ഥമില്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യജീവനായതുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രക്ഷകർത്താക്കളുടെയോ അധ്യാപകരുടെയോ സമ്മർദ്ദം കാരണം മെഡിക്കൽ പ്രൊഫഷനിൽ വരരുത്. അത് തീർത്തും അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം. പിന്നെ പുതിയ മേഖലകളുണ്ട്. ഇപ്പം മെഡിക്കൽ പ്രൊഫഷനിലേക്ക് തന്നെ അത് തുടരണമെന്നില്ല. MBBS പാസ്സായതിനു ശേഷം ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലേക്ക് പോകുന്നവരുണ്ട്. വലിയ വലിയ കമ്പനികളുടെയൊക്കെ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ അടുത്ത കാലത്ത് ഒക്കെ റിട്ടയർ ചെയ്തവരെയൊക്കെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ 10-30 വർഷം മുമ്പ് തന്നെ ആ മേഖല തിരഞ്ഞെടുത്തവരുണ്ട്. പിന്നെ ഞാനൊക്കെ കൈകാര്യം ചെയ്തുപോലെ പൊതുജനാരോഗ്യ രംഗമുണ്ട്. മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കോഴ്സൊക്കെ പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യാം. പിന്നെ MBA എടുത്തിട്ട് മറ്റ് മേഖലകളിൽ പോകുന്നവരുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ചികിത്സ എന്ന മേഖലയോട് വലിയ താല്പര്യമില്ലെങ്കിൽ പോലും മെഡിക്കൽ സയൻസ് പഠിച്ചിട്ട് മേളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ചില PhD ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ. പക്ഷേ ചികിത്സിക്കാനോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പഠിക്കാനോ താല്പര്യമില്ലെങ്കിൽ രക്ഷകർത്താക്കളും അധ്യാപകരും എത്ര നിർബന്ധിച്ചാലും ഈ പ്രൊഫഷനിലേക്ക് വരരുത്. അത് നാടിന് നഷ്ടമാണ്, നിങ്ങൾക്ക് നഷ്ടമാണ്. ഇനി അധ്യാപകരോടും രക്ഷകർത്താക്കളോടും ഒരു വാക്ക് പറയാനുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസം താല്പര്യമുള്ളവരെ മാത്രമേ അവിടേക്ക് പറഞ്ഞു വിടാവുള്ളൂ. കാരണം നാളത്തെ ഡോക്ടർമാരാണവർ. എൻ്റെയൊക്കെ ചികിത്സ അവരുടെ കയ്യിലാണ്. അപ്പോൾ യാതൊരു താല്പര്യമില്ലാത്ത ഒരാൾ ആ മേഖലയിൽ വന്നു പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തെപ്പറ്റി ആലോചിക്കണം. അയാൾക്കും സമൂഹത്തിനും ദോഷം. അതുകൊണ്ട് ആരും നിർബന്ധിച്ച് മെഡിസിൻ പഠനത്തിൽ വിടരുത്. മുമ്പൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ സാധ്യതകളില്ലായിരുന്നുകൊണ്ടാണ് എല്ലാവരും മെഡിസിൻ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. വേറെ രക്ഷപ്പെടാൻ മാർഗ്ഗങ്ങളൊന്നും. ഈ തൊഴിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. സാമ്പത്തിക ലാഭം പോലും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ ഉള്ളതിനേക്കാളൊക്കെ എത്രയോ മേളിലാണ് മറ്റ് പല പ്രൊഫഷനിൽ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം മാത്രം ആലോചിച്ചിട്ട് കുട്ടികളെ ഇങ്ങോട്ട് മെഡിക്കൽ മേഖലയിലേക്ക് പറഞ്ഞു വിടരുത്. സാമ്പത്തിക ആവശ്യമാണ്, മനുഷ്യർക്ക് ജീവിക്കാൻ പണമൊക്കെ ആവശ്യം. പലപ്പോഴും വിചാരിച്ചതുപോലെ പണം സമ്പാദിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും അനൈതികമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് ഡോക്ടർമാർ തിരിയുന്നത്. ഒരു ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കമ്മീഷൻ ഇടപാടുകളിലേക്കും കൈക്കൂലി ഇടപാടുകളിലേക്കും ഡോക്ടർമാർ തിരിഞ്ഞു പോകുന്നത് അവർ സമയവും പണമൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജോലിയിൽ നിന്ന് ആ വരുമാനം തിരിച്ചു കിട്ടാൻ വരുമ്പോഴാണ്. ലജ്ജ തോന്നാറുണ്ട്. കൈക്കൂലി വാങ്ങിച്ച ഡോക്ടർമാരെ പിടികൂടുമ്പോഴും അല്ലെങ്കിൽ കമ്മീഷന് വേണ്ടി ഡോക്ടർമാർ അനാവശ്യമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയത് കേൾക്കുമ്പോൾ പൊതുസമൂഹത്തിൽ എല്ലാവരെയും പോലും ഡോക്ടർമാർ ഞങ്ങൾക്ക് ലജ്ജ തോന്നാറുണ്ട്. പക്ഷെ അവരെ അവിടെ കൊണ്ടെത്തിക്കുന്നത് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അനാവശ്യമായ സമ്മർദ്ദമാണ്. വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യരെ ഡോക്ടർമാരാകാൻ നിർബന്ധിക്കുന്നുകൊണ്ടാണ്. അപ്പോൾ ഇത് മനുഷ്യരുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്നതല്ല. എനിക്കറിയാം, ഞാനും ആ പ്രായം കടന്നു വന്ന ആളാണ്. എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഞാൻ ഡോക്ടറാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവരെക്കാളൊക്കെ ആഗ്രഹം എനിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറാകാൻ ശ്രമിച്ചത്. പലവരും മിക്കവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടാത്ത തൊഴിലിലേക്ക് ആരും തള്ളിവിടരുത്. അഥവാ അങ്ങനെയൊക്കെ ചെന്ന് പെട്ടുപോയെങ്കിൽ തന്നെയും അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. MBBS ഒക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റ് മേഖലകളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലയിൽ IT പഠിക്കുന്നവരുണ്ട്. IT മേഖലയിലേക്ക് മാറിയവരെ എനിക്കറിയാം. MBBS പഠനം കഴിഞ്ഞിട്ട് ITയുടെ മാസ്റ്റേഴ്സൊക്കെ എടുത്ത് പുതിയ മേഖല അന്വേഷിക്കുന്നവരുണ്ട്. പണ്ടത്തെ വിചാരം MBBS കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി അമേരിക്കയിൽ പോയി ഇംഗ്ലണ്ടിൽ പോയൊക്കെ വലിയ പഠനം നടത്തി ജോലി വാങ്ങിച്ച് ഒരുപാട് പൈസ സമ്പാദിക്കുകയാണ്. ആ സ്ഥിതിയൊക്കെ മാറിക്കഴിയും. വളരെ ബുദ്ധിമുട്ടാണ്. വികസിച്ച നാടുകളിലേക്കൊക്കെ നമ്മുടെ ഇവിടുത്തെ ഡിഗ്രികളുമായിട്ടൊക്കെ പോകാൻ, അവിടെ പോയി രക്ഷപ്പെടാനൊക്കെ വലിയ പാടാണ്. ആർക്കും സാധിക്കില്ല എന്നാലും വളരെ സമർത്ഥർക്ക് പറ്റുന്നുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ 35 മെഡിക്കൽ കോളേജാണുള്ളത്. 35 മറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പാസ്സാകുമ്പോൾ 4-5 മെഡിക്കൽ കോളേജേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഇത്രയും പേർക്ക് വിദേശങ്ങളിലൊക്കെ അവസരം ഉണ്ടെന്നായിരുന്നു സംശയമുണ്ട്. ഇത് കേരളത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, മറ്റ് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മേഖലയാണ്. മനുഷ്യർക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന, അസുഖം മാറ്റി കൊടുക്കാൻ കഴിയുന്ന, ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന മേഖലയാണ്. പക്ഷെ അവിടെ വരുന്നവർ ആ മേഖലയോട് താല്പര്യമുള്ളവർ തന്നെയായിരിക്കണം.